അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയ തോട്ടുപുളി കറി വെക്കുന്നതാണ്, അതായത് കുടംപുളി. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ടയിലൊക്കെ, എൻ്റെ വീട് പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ ഞങ്ങൾ കുടംപുളിക്ക് കൂടുതലും തോട്ടുപുളി എന്നാണ് പറയുക. അപ്പോൾ തോട്ടുപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 2 പച്ചമുളക് വേണം, നല്ല എരിവുള്ളത്. അപ്പോൾ അതിനെ നന്നായിട്ട് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിനത് വെന്ത് കിട്ടും, ഉടഞ്ഞ്. അതിനുശേഷം നമുക്ക് തേങ്ങയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നല്ലൊരു ചീനിച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് നമ്മുടെ പച്ചമുളകും 2-3 ചുവന്നുള്ളി എല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് വഴട്ടുക. അതിനുശേഷം ഈ വേവിച്ച് വെച്ച് കുക്കറിനകത്തല്ലേ നമ്മൾ വേവിക്കുക, അപ്പോൾ അതിനെ ഇതേപോലെ അങ്ങ് ഒഴിക്കുക. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മോരുകറിയെ പോലെ തന്നെ അതുണ്ടായി വരും. അപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തേങ്ങ അരച്ച മോരുകറി എന്നേ പറയുള്ളൂ, കാരണം അതേപോലെ അത്ര നല്ല ടേസ്റ്റാണ് തോട്ടുപുളി നമ്മൾ കറി വെക്കുമ്പം. കണ്ടേ, ലാസ്റ്റിൽ നല്ലതായിട്ട് ചെറുതായിട്ട് കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് അങ്ങോട്ട് ഇട്ട് ഇളക്കി കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്യും.